സ്വരസുധരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത ക്ലിങ്ങോ പ്ലിങ്ങോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. ചേട്ടൻ്റെ ട്രൂപ്പ് കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ട്രൂപ്പിൽ നിന്ന് തന്നെയാണ് തത്ത പോകുന്നതാണ്. അതെ. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. അപ്പം ട്രൂപ്പിൻ്റെ കളി ഫസ്റ്റ് തുടങ്ങണമെന്ന് ഞാൻ പറയാണ്ട് തന്നെ പെട്ടിക്കടക്കാരെന്ന് ഉത്സവപ്പറമ്പിൽ നിന്ന് ഒരു തത്തനെ മേടിച്ചിട്ട് ലാസ്റ്റിക് വെച്ച് ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ. അപ്പം അവിടെ നിന്ന് ശരിക്കും ആ തത്തേന്നാണ്, ആ തത്തേന്ന് അങ്ങോട്ട് പോന്നിട്ട് പിന്നെ ക്ലിഞ്ഞു പ്ലിഞ്ഞു തത്തയും മാറിയണേ ഇത് തന്നെ. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത. സ്വരസുധ രാജിത നീലകളെ വിക്രീഡിത ശോഷിത സുമിത എന്ന ഒറ്റ കവിതാ ശകലം കൊണ്ട് മലയാള പ്രേക്ഷകർക്കിടയിൽ ഇടം നേടിയ പ്രിയ കലാകാരനാണ് സുധീർ പറവൂർ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇത്തരം കവിതാ ശകലങ്ങൾ അങ്ങയുടെ മനസ്സിൻ്റെ മുകുളങ്ങളിൽ നിന്നും ത്വരിതമായി ഉത്ഭവിക്കുകയും അത് പ്രേക്ഷകരിലേക്ക് സ്രോതസ്സുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ കവിതാ ശകലം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്? ഇതിൽ എനിക്കൊന്നും മനസ്സിലാണ് ചേട്ടൻ ഇങ്ങനെ എന്താ സംസാരിക്കണമെന്നുള്ളത്. മനസ്സിലായിട്ട് ഇങ്ങനെ ഒന്നുമല്ല സംസാരിക്കും, നോർമലായിട്ടാണ് സംസാരിച്ചത് ഞങ്ങളോടൊക്കെ. അല്ല, ഞാൻ പണ്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. പണ്ട് സുധീർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെ എഴുതി ഫലിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാം. അപ്പം സ്റ്റാൻഡേർഡ് കൂടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അത്തരത്തിലുള്ള നമുക്ക് നോർമൽ പറയാതായാലും പറയാല്ലേ. കവിത കൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ലേ? അല്ല, കവിതയിലെ വാക്കുകൾ കൊണ്ട്. ഇപ്പം തന്നെ വേറൊരു കവിതയാണ്, മാനത്ത് പറക്കണ കാക്കയെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടെ വിടി. ഇതെങ്ങനെ എഴുതണം? അപ്പം അതിനെക്കുറിച്ച് പറയാം. പറഞ്ഞു. അപ്പം എന്തായാലും എനിക്കിവിടെ മനോഹരൻ്റെ കൂടെ വരാൻ സാധിച്ചില്ല. ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ. അപ്പോൾ മനോഹരൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വേറൊരു വൈബുണ്ട്. കാരണം എൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെടണമല്ലോ. ഒരു തുടക്കം വരുന്നത് ഒരു മിത്തിൽ നിന്നാണൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തത്ത ഉണ്ടാവുന്നത് ശരിക്കും മനോഹരൻ്റെ തത്ത എന്താന്ന് പറയണം, എന്നാലാണ് പ്രേക്ഷകർക്ക് മനസ്സിലാവുക. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സുള്ള തത്തേ. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സുള്ള തത്തേ. അതാണ് പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ലളിതഗാനവും പണം വെള്ളത്തിൻ്റെ സംഭവമൊക്കെ ആയിട്ട് പോയത്. ഓക്കെ. അപ്പം ഈ തത്ത പിന്നീട് ആലോചിച്ചപ്പോൾ മനോഹരൻ തന്നെ ഒരു വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ തത്ത പോയിരിക്കുന്നത് ഇവിടെ നിന്നാണെന്ന്. ചേട്ടൻ്റെ ട്രൂപ്പിൽ നിന്നാണ് വന്നത്. ചേട്ടൻ്റെ ട്രൂപ്പ് കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ട്രൂപ്പിൽ നിന്ന് തന്നെയാണ് തത്ത പോകുന്നതാണ്. അതെ. അപ്പോൾ ഞാനന്നൊരിക്കൽ ചേട്ടൻ്റെ ട്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലേക്ക് വിളിച്ച്, അന്ന് ഞാനും ചേട്ടൻ്റെ അനുജൻ അജിയും കൂടി സലിംകുമാറിൻ്റെ ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ട്, സലിമേട്ടൻ്റെ ട്രൂപ്പിൽ കളിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പോൾ അജി എന്നെ അത് കഴിഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ പോകുന്നതിന് ശേഷം അജി ഒരു ദിവസം വിളിച്ചൊക്കെയാണ്. അപ്പം അന്ന് ഞങ്ങൾ വേറൊരു ബാബു ജോസ് ബൈ ജോസൊക്കെ ആയിട്ടൊരു ജീവൻ ടി വിയിൽ പരിപാടി ചെയ്യുമ്പോൾ എന്നെ വിളിച്ച്. മനോഹരൻ അന്ന് അജിയാണ് പറയണത് സുധീറിനെ കൂടി എടുക്കണം, ട്രൂപ്പ് തുടങ്ങാമെന്ന് പുതിയത് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഈ പറഞ്ഞ ചേട്ടനെ വിളിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് അവരൊരു ട്രൂപ്പിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഒന്നുമില്ലാണ്ട് വന്ന സമയത്ത് ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ എടാ നിന്നോട് അന്ന് ഞാൻ വിളിച്ചതല്ലേ, ടീമൊക്കെ തികഞ്ഞു പോയി, നമുക്ക് നോക്കാതെ വേറെ എപ്പോഴും ഞാൻ വിളിച്ച സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചത്. അപ്പോൾ വരാൻ പറ്റില്ല, തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു തന്നെ. പക്ഷെ പിന്നീട് അത് ട്രൂപ്പ് നല്ല അടിപൊളിയായിട്ടൊക്കെ പോയി. കുറച്ചാണ് കഴിഞ്ഞപ്പോൾ ആദ്യം നീ വന്നത് പാട്ട് പാടാനല്ലേ? അതാ പറഞ്ഞത്, പാട്ടുകാരനായിട്ട് ഏതൊരു പാട്ടുകാരൻ വരാനായിട്ട് എന്നെ വിളിച്ചു. ഓക്കെ. അങ്ങനെ പാട്ട് പാടാനായിട്ടാണ് പിന്നെ വരുന്നത്, പാട്ടുകാരനായിട്ടാണ് നവോദയയിൽ വരുന്നത്. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ഇത് കാണിക്കണം, തമാശ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ കിടന്നൊക്കെ എന്തെങ്കിലും കാണിക്കുമല്ലോ, മനോഹരനൊക്കെ ചെയ്യുകയും ചെയ്യടക്കും. അപ്പം അന്നാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഭടനായിട്ട് വന്നത്. അതിൽ ആ ക്യാരക്ടർ ഉണ്ടായില്ല. പ്രോമിറ്റിംഗ് ബാലയിലെ ഒരു ഭടൻ ആ ക്യാരക്ടർ ആ കഥ ഇതിലുണ്ടായില്ല. അപ്പം ഞാൻ റിഹേഴ്സലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ കുതിരക്ക് വന്നോട്ട് ചാടി വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു അന്ന് ഇത് കേട്ടടാന്ന് പറഞ്ഞു അല്ലേ. അപ്പം ട്രൂപ്പിൻ്റെ കളി ഫസ്റ്റ് തുടങ്ങണമെന്ന് ഞാൻ പറയാണ്ട് തന്നെ പെട്ടിക്കടക്കാരെന്ന് ഉത്സവപ്പറമ്പിൽ നിന്ന് ഒരു തത്തനെ മേടിച്ചിട്ട് ലാസ്റ്റിക് വെച്ച് ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ ചേട്ടൻ ഭയങ്കരമായിട്ട് ചിരിച്ച് കുറച്ച് നേരമൊക്കെ നമ്മൾ സ്കിറ്റ് നിന്നൊക്കെ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും ആ തത്തേന്നാണ്, ആ തത്തേന്ന് അങ്ങോട്ട് പോന്നിട്ട് പിന്നെ ക്ലിഞ്ഞു പ്ലിഞ്ഞു തത്തയും മാറിയണേ ഇത് തന്നെ. തത്തനെ വിട്ടിട്ടില്ല. എന്നാ ക്ലിഞ്ഞു പ്ലിഞ്ഞോട്ടെ 2 വരി. സ്വരസുധരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത
അഷ്ടസ്ത്രിതാ പ്രിതന്തം നിഷ്ഠത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിങ്ങു പ്ലിങ്ങു സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടേ. ഇത് എപ്പോഴായിരുന്നു എഴുതിയത്? വീട്ടിലിരുന്നാണ് എഴുതുന്നത്? ഇല്ലായിട്ട് ഇത് ഈ ലളിതഗാനം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് ഞാൻ യാത്രകളിലാണ് കൂടുതലും. ഇപ്പൊ എനിക്ക് റൂം എടുത്ത് എഴുതാൻ നല്ലൊന്നും നടക്കൂല. ഇല്ലല്ലോ, യാത്ര ചെയ്യുമ്പോൾ വണ്ടിക്ക് പോണ സമയത്തൊക്കെ നമുക്ക് കിട്ടും എന്തെങ്കിലും വരും. അപ്പൊ അങ്ങനെ കിട്ടിയൊരു പാട്ടാണ്. നമുക്ക് വരാപ്പുഴ വഴി ടച്ച് ചെയ്ത് എറണാകുളത്തേക്ക് വന്ന വഴി എനിക്ക് പറവൂരിനും വരാപ്പുഴയുടെ പാലം കയറുമ്പോ തന്നെ ഓരോ സംഭവം റെഡിയാവും. അങ്ങനെ പറയാം. അങ്ങനെ കുറച്ചൊക്കെ എഴുതിയിടും, പിന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഞാൻ സുധീറിന് കുറേ പാരഡികൾ കേട്ടു, കേശവമാമനായിട്ട് വന്ന് പാടുന്ന. പക്ഷേ ഈ പാരഡികളിലുള്ള ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ കല്ലുകടിയില്ല, വളരെ ഫ്ലോ ആയിട്ട് പോകുന്ന പാരഡികളാണ് സുധീർ എത്തിയിട്ടുള്ളത്. MBBS എങ്ങാനും ചേർന്നിട്ടുണ്ടോ അടുത്തെങ്ങാനും? എന്നിട്ട് ഞാൻ ചേട്ടനെ അറിയാവുന്നല്ലേ, ഞാൻ പോയിട്ടില്ല. അല്ല, കഴിഞ്ഞ ദിവസം ഒരു പാരഡി ആമാശയത്തെ കുറിച്ച് അതെഴുതി, അത് ശരിയാണ്. അത് വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ വെച്ച് ഒരു പടത്തിന്റെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്നൊരു അതിന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോലീസുകാരാണ് ഞങ്ങൾ രണ്ടുപേര്, ഒരു വിജയൻ ചേട്ടൻ ഞാനും ഉണ്ട്. അപ്പൊ ഷൂട്ടിംഗ് നടന്ന ഉച്ചക്ക് ടൈമിന് ഈ ഡയറക്ടർ പറഞ്ഞ് ഇനി സുധീരേട്ടനും വിജയൻ ചേട്ടനും കൂടി വേണമെങ്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക് ആവാറായിട്ടുണ്ട്, നിങ്ങൾ പിന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിജയൻ ചേട്ടൻ അടുത്ത് പറഞ്ഞ് സുധീർ അത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ആമാശയത്തിനൊക്കെ അത് പ്രശ്നമുണ്ടാകും. എനിക്ക് അപ്പം തന്നെ ഇവര് ഞാൻ അപ്പം തന്നെ പാടേണ് ആമാശയം ഒരു വരി കിട്ടി. പിന്നെ ഞാനത് റൂമിൽ പോയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി പാട്. അപ്പം ഞാൻ വേറെ കാര്യം ചെയ്തു. ഞാൻ ഡോക്ടറായിട്ട് എടുത്തില്ലെങ്കിലും ഡോക്ടർ ആയില്ലെങ്കിലും എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഈ ആമാശയം എവിടെയാണ് ഇരിക്കണത്, ചെറുകുടലിൻ്റെ വൻകുടലിലേക്ക് ഏത് ഭാഗത്തായിട്ടാണ്, അതറിയണമല്ലോ നമുക്ക്. പിന്നെ അതിനെ വെച്ചിട്ടാണ് പിന്നീട് കരിക്കളം നീക്കിയത്. ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുവാ. രോഗം വയറിനുള്ളിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം. സൂപ്പർ അല്ലേട്ടാ. ഈ ഇതിന്റെ ഈ കമന്റുകളൊക്കെ വരുമ്പോഴേ കുറെ പേര് കുറെയൊക്കെ മോശം ഇതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിലും കുറെ കമന്റുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ വരികൾ ഒറിജിനൽ മറന്നുപോയി എന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട്. കാരണം ഇപ്പൊ ശ്യാമാംബരം നേർത്തൊരു ചെറുകൂടൽ ഇങ്ങനെയൊക്കെ വരുന്നു. മാത്രമല്ല സുധീർ മനോഹരമായിട്ട് അത് പാടുകയും ചെയ്യും. പാട്ടുകാരനായിരുന്നല്ലോ, എനിക്കറിയാം. ഇതിന് അത്യാവശ്യം ഒരുത്തും ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഒരു പാട്ട് എഴുതിയല്ലോ, ശ്രീരാഗമോ വെച്ചിട്ട്. അതൊന്നും പഠിക്കുന്നുണ്ട്. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത. കേശവാനിൻ മീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ. ചോറു തിന്ന കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ. കഴുകിടാനായി മോഹം കയ്യിൽ വേസ്റ്റ് പോലും ഇല്ലതേ. ഇനിയുമീ ഹോട്ടലിൽ കയറാനായി മോഹം. ശ്രീരാജുമായി വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാൻ പാൽ പായസം. ചോറിൻ്റെ കൂടെ കറികളും അതിലേറെയ ആക്രാന്തമോടെ തിന്നു ഞാൻ. വയറിൻ്റെ ഉള്ളിൽ സ്തംഭനം. ഇനി ജ്യൂസൊരൽപ്പം മോന്തിടാ. ശ്രീരാജുമായി വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ. നന്നായിട്ട് പാടണ്ട, അതിൻ്റെ ഒരു ഭംഗി വേറെ ഉണ്ട്.
പിന്നെ മനോട്ടെ ഈ പാണമ്പള്ളത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് വെറുതെ ഉണ്ടാക്കിയ ഒരു സാധനമല്ല, അതൊരാൾ പറഞ്ഞിരുന്ന സംഭവമാണ്. പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ വിനോദ് കടാമംഗലം, പിന്നെ പ്രദീപേട്ടൻ, മാളബാബു, അവരൊക്കെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു മ്യൂസിക് ടീം. അപ്പോൾ ഒരു മാട്ടപ്പരിപാടി അന്നത്തെ ഹിറ്റാണ് അവർ പോണത്. അപ്പോൾ ഇടവനക്കാട് വിജയൻ ചേട്ടനുണ്ട്, ഓസ്കാറിലൊക്കെ ഉണ്ടായിരുന്നു. വിജയൻ ചേട്ടൻ്റെ നാട്ടിൽ, വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചുറ്റും പാടങ്ങളും ഇതൊക്കെയാണല്ലോ പുള്ളിയുടെ വീടിൻ്റെ ഏരിയ. പുള്ളി മീൻ പിടുത്തമൊക്കെ ഉണ്ട് അവിടെ, മീൻ വിൽക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വിജയൻ ചേട്ടൻ്റെ ആ ക്ലബ്ബിൽ, അവിടെയാണ് ക്ലബ്ബിൽ ഒരു പരിപാടി പുള്ളി പിടിച്ചേക്കാം. അപ്പോൾ ഈ പ്രതിവേട്ടൻ എല്ലാവരും ചെന്നിട്ടുണ്ട് അവിടെ. ആ പുള്ളിയാണ് അനൗൺസർ. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രിയമുള്ള കലാസ്നേഹികളെ അടുത്തായിട്ട് വരാൻ പോകുന്നത് അങ്ങനെയൊന്നും പറയില്ല. പിന്നെ പുള്ളി വിളിക്കുന്ന സിമ്പിളായിട്ട് പുള്ളി പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ പ്രദീപ കയറിവാടാ. ഇത് പ്രദീപൻ, കേദാരം പ്രദീപൻ, അസലായിട്ട് അവൻ കുടിയും ചെയ്യും, പിന്നെ അതൊക്കെ ചെയ്യണ നല്ല, പിന്നെ സ്റ്റാർ സത്യനൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ മാറിക്കടാ. വിനോദേ കയറിവാടാ. വിനോദ് വന്ന് അനൗൺസർ. അനൗൺസർ പുള്ളിയുടെ നാടല്ലേ, പുള്ളിക്ക് എന്ത് ഇത് അവർക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് വിനോദ് നല്ല അസല് കാതികൻ, കഥാപ്രസംഗം ചെയ്യുവാൻ, അവൻ്റെ സ്റ്റാറുണ്ട്, അവൻ്റെ ഇതൊക്കെ ചെയ്യണതാണ്. പ്രധാനമന്ത്രി കേൾക്കണം. നല്ലൊരു കലാകാരൻ, അസാധ്യ കലാകാരനാണ്. ഇപ്പോഴത്തേക്ക് ഇടാ ബാബു കയറുവാ. ബാബുവിന് അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട്, അല്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കും ഇങ്ങനെ ഒരു അവതാരകൻ. നാട്ടിലായതുകൊണ്ട് പുള്ളി അങ്ങനെ. അത് നമ്മുടെ സോളോ അങ്കമാലിയിലെ ആൻചേട്ടൻ അറിയാലോ, ആൻചേട്ടൻ ഇതുപോലെ തന്നെയാണ്. ആൻചേട്ടൻ ഇതുപോലെ ഒരു ചെറിയ തിളങ്ങണ ജുബിട്ടുകൊണ്ട് പരിപാടി തുടങ്ങുകയാണ്. ഇവിടെ ആദ്യം ഒരു മലയാള ഗാനമാണ്. മലയാളം പറഞ്ഞ പ്രദീപ് എൻ്റെ പോന് അസാധ്യ ഗായകനാണ് ഉള്ളത്. നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെ പറഞ്ഞ ആൻചേട്ടനെ പുറത്ത് ഒന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് പ്രദീപ്, വിനോദ് വന്ന്, ഇത് ബാബു അസല് നല്ല കോമഡിയനാണ്, വെച്ചിരിക്കും എല്ലാവരും. പിന്നെ എന്നെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ഇതല്ലെങ്കിൽ എനിക്ക് വടി വെച്ച് പാടത്ത് വടി വെച്ച് പണം വളർത്തിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാശിട്ട്. പുള്ളി പറയുന്നത് എനിക്കിപ്പോൾ ഇതില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യമില്ലാന്ന്. എനിക്ക് വടി വെച്ച് പണം വളർത്തി പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാശ് ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു. അതിൽ ഞാനത് ഡെവലപ്പ് ചെയ്ത് വേറെ മാറ്റിയെടുത്താണ്. ഞാൻ ഇവിടെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അത് വൻ നമ്മുടെ താരങ്ങളൊക്കെ വന്ന് പറഞ്ഞു ഭയങ്കര കഥകളാണ്. എൻ്റെ ഇതിലൊരു കഥ എന്ന് പറയണതേ, ഈ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് രാജേഷ്. രാജേഷ് പറവൂരാണോ? അല്ല, ആ പറവൂരല്ല, ഇതും പറവൂർ തന്നെ. അവൻ വള്ളുവള്ളി എന്ന് പറയും. ഞങ്ങൾ ഒന്നിച്ച് ആദ്യമായിട്ട് തുടങ്ങിയെന്ന് പറയാം മ്യൂസിക്. അവൻ്റെ അപ്പോൾ അവൻ്റെ വീട്ടിൽ പണ്ട് ഞങ്ങൾ പോണ സമയത്ത് അവിടെ ഒരു ചേട്ടൻ വരുമായിരുന്നു. ചേട്ടൻ വരുമ്പോൾ ഈ ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അടുത്തൊരു ഗ്ലാസ് ഇരിപ്പുണ്ട്, കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് കണ്ണട. അപ്പോൾ ഈ പുള്ളി വന്നിട്ട് നോക്കുമ്പോൾ ഈ കണ്ണട എടുത്തിട്ട് ഈ പുള്ളിക്കാരൻ കണ്ണിലിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കി വന്നപ്പോഴേക്കും രാജേഷ് ഇത് കണ്ടുവന്നു. രാജേഷ് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് താനെന്ത് പണിയോട് കാണിച്ചത്, ഇടോ അത് നെഞ്ചുവേനൊക്കെ വെക്കണ ക്ലാസ്സാണ് അത്, താൻ വെച്ചേക്കണ നെഞ്ചുവേനൊക്കെ വെക്കണ ക്ലാസ്സാണത്. പുള്ളി ഇത് ഊരിയട്ടെ, പൊന്നു കൂട്ടുകാരാ എന്നെ പറ്റിക്കാൻ നോക്കണ്ടേട്ടാ, എടാ നെഞ്ചുവേനയുടെ ക്ലാസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ദീ സൈസായിരിക്കും, ഈ കനമുണ്ടാവും ഇനി, ഇത് അത്ര ഒന്നുമില്ല, എന്നെ പറ്റിക്കില്ല മോനെ. പുള്ളി അത് അങ്ങനത്തെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് കഴിഞ്ഞു. പിന്നെ പരിപാടിയിൽ കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഇതുപോലെ തന്നെ ജയദേവൻ കലവൂർ ഒരു പരിപാടി, ഒരു ദിവസം 2 പരിപാടി ഏറ്റൊക്കെയാണ്. ഡബിൾ ഷോ. ഇത് പുള്ളി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ജയദേവൻ അറിഞ്ഞിട്ടില്ല ഇത് 2 പിടിച്ചേക്കണത്. ഒരെണ്ണം വേറെ സ്ഥലത്ത്, ഒരെണ്ണം അത് അടുത്തടുത്താണ് പിന്നെ ഉണ്ടാകുക എന്തെങ്കിലും ചെയ്യുക. ഇതൊന്ന് ഇവിടെ, ഒന്ന് തിരുവല്ലയിൽ, ഒന്ന് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ മുളന്തുരുത്തി പോലുള്ള ആ സ്ഥലത്തൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലണം തിരുവല്ലയിൽ. അപ്പോൾ അവിടെ എന്തോ 10-11 മണിക്കാണ് ഷോ വെച്ചേക്കണം അവർ. ഇവിടുത്തെ ഷോ കഴിഞ്ഞപ്പോഴേക്കും 12 അപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ വിളി തുടങ്ങി. അപ്പോൾ ജയദേവൻ പറഞ്ഞ് എൻ്റെ അളിയൻ പിടിച്ചാണ് പരിപാടിയാണത്, നമ്മൾ ചെല്ലണം അവിടെ എല്ലാവരും, ചെന്നില്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് മണ്ടത്തിലാണ് 2 നിൽക്കുക പറയുന്നത്. എനിക്ക് പറ്റിപ്പോൾ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അവിടെ ചെല്ലണമെന്നാണ് പറയുന്നത് കമ്മിറ്റിക്കാർ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് തല്ലാനാണെന്നുള്ളത്. അവിടെ ചെല്ലാം. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾ വരാതിരിക്കുന്നത്, ചെന്നില്ലെങ്കിൽ അളിയനെ അവർ കൊല്ലും. അങ്ങനെ ഞങ്ങൾ കരയാണ്. അന്നെന്തായാലും കേട്ടെ പറഞ്ഞ് ഇവിടുന്ന് ട്രൂപ്പ് അവിടെ ഇട്ട് വേറൊരു ടീമിനെ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ നല്ല ടീമിനെ തന്നെ കൊടുത്ത് അവരവിടെ കളിച്ച് കളിയൊക്കെ കിടന്നു അവിടെ മ്യൂസിക്കിൽ നല്ല രീതിയിലേക്ക് പോയി. അപ്പോൾ ആ കളിയൊക്കെ അവസാനിച്ച് അവരൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി അപ്പോൾ അവിടെ എത്തി. സ്പോട്ടിലെത്തിയപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ആദ്യം കയറി. സാർ ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണത്, ഇങ്ങനെ അവർ അവിടെ ചെന്നിട്ടേ പോകാമെന്ന് പറഞ്ഞല്ലോ. കുഴപ്പമില്ല, ഞങ്ങൾ ഫോളോ ചെയ്ത് വരാൻ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ചെന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ കഴിഞ്ഞിങ്ങനെ പോവേണ്ട. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കയറാനാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒതുങ്ങി കിട്ടി, ഏത് വഴിക്കാണെന്നുള്ള പ്രതീക്ഷയും ഉറപ്പാണ് സംഭവം. ചെന്നില്ല പറ്റിച്ചെന്നുള്ളതിൽ. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആരും ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്തില്ല. പരിപാടി കഴിഞ്ഞ് കമ്മിറ്റിക്കാരൊക്കെ വന്ന് വൈകി പോയില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റവരെയൊക്കെ വിട്ട് പൈസ കൊടുത്ത് വിട്ട് ഞാൻ തുടങ്ങി, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം,
ഞങ്ങൾ ഈ സൗണ്ടും ഈ സ്റ്റേജൊന്നും പൊളിക്കണില്ല, ഇത് കൊണ്ടുപോകണില്ല, ഇതിവിടെ തന്നെ നിന്ന് നിൽക്കും. എന്നിട്ട് നാളെ നിങ്ങൾ ഈ വേദിയിൽ തന്നെ പ്രോഗ്രാം ചെയ്യണം. ഞങ്ങൾ നാളെ അനൗൺസ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, നിങ്ങളുടെ ചിലവിൽ നാളെ അനൗൺസ്മെൻറ്റൊക്കെ കൊടുത്ത് ആൾക്കാർ ഒന്നുകൂടി വരുത്തിയിട്ട് നിങ്ങളുടെ ഷോ അത് കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരി, കുഴപ്പമില്ല. നാളെ ഇനിയിപ്പോൾ വേറെ ഒന്നും പറ്റിയില്ല, കളിക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങളെയും കൊണ്ട് ഒരു ടീം പോവുകയാണ്. പോയി അവിടെ ചെന്നിട്ടൊരു ഓടുംപര, രാത്രിയാണല്ലോ, ഇവിടെ കിടന്നു പറഞ്ഞാൽ പുല്ലുവായൊക്കെയാണ്. ഓക്കെ, തന്നു. ലൈറ്റൊന്നും അങ്ങനെ ഇല്ല, നോക്കിയിട്ട് കാണില്ല. ഇതൊക്കെ ചടിച്ച് ഒരു ബൾബായിട്ട് ഞങ്ങൾ തെളിഞ്ഞു. അതിൻ്റെ വെട്ടത്തിൽ ഞങ്ങൾ കാണുകയാണ് ഒരു വിറക് വരയില ഞങ്ങൾ കൊണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ സിമെൻ്റൊക്കെ പോയിട്ട് കുഴിയില്ലേട്ടാ, ആ കുഴിയിലോട്ടൊക്കെയാണ് നമ്മുടെ തലയൊക്കെ പോയി വീണ. തലയുടെ ഇല്ല, കവളം മടലൊക്കെ വെച്ച് ശിക്ഷ മനഃപൂർവ്വമാണത്. ഞങ്ങള് ചെതലക്കരിച്ച വീട്, കറക്റ്റ് വിറകൊക്കെ സൂക്ഷിക്കുന്ന ഒരു പഴയ വീട്. ഞാൻ നേരം വെളുത്ത് എനിക്ക് പിന്നെ കിടന്ന് ഇനിയിപ്പോൾ ഒന്നും വേറെ വീടൊന്നും ചോദിക്കാൻ പറ്റില്ല നമുക്ക്, കാരണം വീടല്ല പറയുള്ളൂ. അവർ നമ്മളൊന്നും ചെയ്യണമല്ലോ, സ്നേഹത്തോടെ കാര്യങ്ങൾ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ രാധാകൃഷ്ണനും ഉണ്ടെന്ന്. എന്തൊരവസ്ഥയല്ലേ, പറ്റിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കര കയറണം. കിണറ്റുമ്പക്കത്താണ് ഇനി ഇത് വെക്കണം. അപ്പം പുള്ളി ബക്കറ്റില്ല, വെള്ളം എടുത്ത് കുളിക്കാൻ ബക്കറ്റ് വേണ്ടേ, കോരണ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോരണ ബക്കറ്റാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഈ നമ്മുടെ ഇതില്ല അതിരപ്പള്ളി വാഴച്ചാല് പോലെ വെള്ളച്ചാട്ടം കുറെ ഇതുമായിട്ട് ചാടൂലേ, അതുപോലെ കോരുമ്പോൾ പെട്ടെന്ന് കോരിക്കൊള്ളാം, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിൽ വെള്ളം മൊത്തം പോകും. ചോരണ തിരുമ്പിടിച്ച ബക്കറ്റ്. ശിവദാസ് അവിടെ നിന്ന് തന്നെ കുളിക്കുകയാണ്. ഒരാഴ്ച അതിന് വേണ്ടി നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്ത്. ചിലർ പല്ലിയാക്കണം പറമ്പിലൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് മറ്റൊരു കറക്റ്റ് അതുകൊണ്ട് റെഡിയാണോ ഫുഡ് കഴിക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവരുടെ ഇതൊക്കെ പിന്നെ നമ്മൾ നാണം കെട്ടാണ് കഴിക്കണേക്കാ, തിരുവോണത്തിൻ്റെ ഒക്കെ എന്നാണ് എനിക്ക് തോന്നണത് ഏതോ. അവിടെ ചെന്ന് ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് സൗണ്ടൊക്കെ വന്ന് നമ്മുടെ സൗണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ സെറ്റാക്കി, വണ്ടിയിരിക്കാനൊക്കെ വന്നത് സൗണ്ട് അടക്കം സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് അന്ന് ഓഡിയൻസൊക്കെ വന്നു, നല്ല ഓഡിയൻസ്, നിറഞ്ഞ ഓഡിയൻസ്. അന്ന് ഇതുപോലെ തന്നെ പരിപാടിക്ക് സൗണ്ടുകാരൻ എത്തിയിട്ടില്ല, അവൻ നാട്ടിൽ അവിടെ പോയിട്ട് വരുള്ളൂ, അവൻ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കൂടുതൽ ഇത് CD ഒക്കെ ചെയ്യണൊരു പയ്യുണ്ട്, അവനെ അറിയാൻ എത്തിയത്. അവൻ തന്നെ എല്ലാം മറ്റേ ഇത് ചെയ്യണോട്ട് ലൈറ്റും ഇതൊക്കെ അവൻ തന്നെ ചെയ്യണം ഇരുന്നിട്ട്. പക്ഷെ പരിപാടി പറഞ്ഞോട്ട് 100 വിജയിച്ചോളാം. പിന്നെ അടിപൊളിയായിട്ട് കയറി പൊളിഞ്ഞെങ്കിൽ തീർന്നു. എന്നിട്ട് ഒരു ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ ടിക്കറ്റ് വെച്ച് നടത്താൻ കൊള്ളൂല അങ്ങനെ പറഞ്ഞില്ലേ? അല്ല, എന്നിട്ടൊരു പരിപാടി കിട്ടിയോടാ, അതിനുശേഷം ഒരു പരിപാടി തന്നു. പക്ഷെ അന്ന് പൈസ ഒന്നും തന്നില്ല അവർ. എന്നിട്ട് ഇടികൊള്ളാതെ രക്ഷപ്പെട്ടു വന്നൊരു ഓണക്കാലം. ഒരു ചേട്ടൻ പുറകിൽ വന്നില്ലേ, നിങ്ങൾ സൂപ്പർ പ്രോഗ്രാം, അടിപൊളി പരിപാടി, എന്നാ സൗണ്ടാടാ നിന്റെ മോൻ്റെ പരിപാടി അടിപൊളി, നിന്റെ നീ അടിപൊളി സ്റ്റാർസ്, ഇവന്റെ ഫിഗറൊക്കെ സൂപ്പറാ. സൗണ്ടിന് എന്താ പറ്റിയെന്ന് ചോദിക്കണം. സൂപ്പർ പരിപാടി നിങ്ങൾ, എന്റെ സൗണ്ടിന് എന്ത് പറ്റി, കൂവി കൂവി വാക്കുള്ള എന്റെ സൗണ്ട് മൊത്തം അടഞ്ഞു പോയില്ലടാ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി അല്ലല്ലോ. അല്ലല്ല, പരിപാടി നല്ലായിരുന്നു. സുധീർ, ഇപ്പൊ എത്ര വർഷമായി കാണും മിമിക്രിയിൽ? മിമിക്രിയിൽ ഇപ്പൊ വന്നിട്ടൊരു 25 വർഷത്തിനൊക്കെ മേലെയായിട്ട്. ആദ്യകാല സുഹൃത്തുക്കൾ ആരൊക്കെ? ആദ്യകാല സുഹൃത്തുക്കൾ ഫസ്റ്റ് ഞങ്ങൾ അവിടെ തുടങ്ങുന്ന ടീം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോകുന്നതിന് ശേഷം രാജേഷ്, വിനയൻ, നിഷാദ്, ബിനു, സുമേഷ്, പിന്നെ ഉണ്ണി, അങ്ങനെ തുടങ്ങുന്ന കുറേ പേര് ഇട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മിമിക്രിക്കാരൊന്ന് ചേർന്നിട്ടൊരു ട്രൂപ്പ്, നാട്ടിലെ അവിടത്തേക്ക് തന്നെ കുറച്ച് പേര്, പുറത്തേക്കൊന്നുമല്ല, നാട്ടിൽ തന്നെയുള്ള ക്ലബ്ബുകൾ അത് ഇതൊക്കെ ആയിട്ടുള്ള. നാട്ടിൽ തന്നെ ട്രൂപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ രസകരമായ അനുഭവങ്ങളുണ്ടോ? ശരിക്കും എൻ്റെ ഒരു അനുഭവം ഉണ്ട്, അതാണ് അതാണ് വേണ്ടത് സിനിമയിൽ. ഇത് രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു ഷോയാണ്. അല്ല, ഈ എനിക്ക് സംഭവിച്ചൊരു കഥയാണ് പിന്നീട് സിനിമയിൽ വരെ വന്നിട്ടുണ്ട്. ശരി. ഈ എന്നെ അവിടെ എൻ്റെ പരിപാടിക്ക് കൊണ്ടുവന്നത് വെല്ലിച്ചൻ്റെ മക്കളാണ്. അല്ലല്ല, അതിലൊരുത്തൻ ആർട്ടിസ്റ്റാണ്. ഓക്കെ, അവനങ്ങനെ ഇതുണ്ട്. പക്ഷെ എന്നെ പൊക്കിയെടുക്കാനുള്ള പരിപാടിക്ക് അവർ. അപ്പോൾ അവിടെ ഉള്ള എന്ത് കലാപരിപാടി അവിടെ നടന്നാലും ഇവന്മാർ പേരൊക്കെ കൊടുക്കും. അപ്പോൾ അവിടെ മറ്റൊന്നുണ്ട്, ചെന്നോളാം, കറക്റ്റ് സമയത്ത് അല്ല അവിടെ ചെന്ന് പരിപാടി അവതരിപ്പി പോരാ. ഞങ്ങളുടെ അടുത്തൊരു പുതിയ പള്ളി, വെഞ്ചരിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ, തത്തപ്പള്ളി എന്നൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ ഈ വെല്ലിച്ചൻ്റെ ഒക്കെ തന്നെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ അന്ന് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മിമിക്രി മത്സരമായിരുന്നു. ഒരു 10-75ഓളം പേര് മത്സരിച്ച് കഴിഞ്ഞ് നമ്മുടെ പ്രദീപേട്ടനൊക്കെ ഉണ്ടായിരുന്നു, കൈതരം പ്രദീപ്, കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫസ്റ്റൊക്കെ മേടിച്ചവർ അവർക്ക് ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാടകമാണ്. അപ്പോൾ നാടകത്തിൻ്റെ ഒരു സമയത്താണ് ആൾക്കാരൊക്കെ തിങ്ങിയ സമയത്താണ് എന്നെ കൊണ്ട് ഇവർ ചെല്ലണത്. അപ്പോൾ അവിടെ സ്റ്റേജിൽ ചെന്ന് ബാക്കി കൂടി ചെന്നിട്ട് പറഞ്ഞ്, ചേട്ടാ ഇവനൊരു അവസരം കൊടുക്കണം, മിമിക്രി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയ്യോ സമയം ഇപ്പം നാടകം തുടങ്ങാറേ, അല്ലേട്ടാ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ
നോട്ട് നാടകക്കാരോട് ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്തു. അപ്പോൾ ആ പയ്യനൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല പുള്ളി ആ കളിച്ചോട്ടെ കുഴപ്പമില്ല ടൈം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജനം ദിപ്പട്ടം തൊട്ട് സ്റ്റേജിൻ്റെ ഇവിടെ നിന്ന് കാണാൻ നിൽക്കാം തിങ്ങി നിറഞ്ഞ സദസ്സ്. എന്നിട്ട് ഇരിക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ കലോത്സവത്തിൽ ഒരു കൊച്ചുകുട്ടി ഒരു മിമിക്രി ചെയ്ത്, കുറേ പേര് മിമിക്രി ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുത്തം വന്നിട്ട് തല കറങ്ങിയാണ് വീണ് കഴിയുമ്പോൾ പിന്നെ അപ്പോൾ എല്ലാവരും എനിക്ക് പെട്ടെന്ന് ചാടി സ്റ്റേജിൽ കുട്ടി തല ഇറങ്ങി നമസ്കാരം പറഞ്ഞ് വീഴാണ്. വീണിട്ടാണ് എന്നോട് കുറച്ച് സൈലൻ്റ് ആയപ്പോൾ ചാടി ഇട്ടിട്ടോ നീ സംസ്കാരം. ഇതാണ് ആദ്യമായിട്ടൊരു കൊച്ചുകുട്ടി മിമിക്രി ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ പൊരിഞ്ഞ കയ്യടി. ഇതുവരെ ആയിട്ട് ഇറങ്ങിയിട്ടില്ല വേറെ. അപ്പം അന്ന് മിമിക്രി രാജേഷ് ബിജു ഒക്കെ അന്ന് കളിക്കാൻ ഇവരൊന്നും പുറത്തിട്ടൊന്നും ഇതൊന്നും കളിച്ചിട്ടില്ല. അപ്പം ഇത് ഞാനിവിടെ തട്ടിയിട്ട് ഇവിടെ ഒരു പേരുണ്ടാക്കണം എന്നുള്ളതിൽ അത് ഇറാം എന്നുള്ളതിൽ നിന്ന് അപ്പം എന്നെ കയറ്റിയാൾ വിട്ട് ഇവിടെ കർട്ടൻ വലിക്കാൻ കുറച്ച് പേരിക്കുമല്ലോ സ്റ്റേജിൽ ചേട്ടന്മാരൊക്കെ, അവരിപ്പുണ്ട് മൈക്ക് വെച്ച് കർട്ടനാട് പൊങ്ങി ഞാൻ നടന്നു ചെന്ന് ഇതിൻ്റെ മുന്നിലേക്കാണ്ട് വീണു തല കറങ്ങി. എൻ്റെ തലകറക്കം ഇത്തിരി പാളിപ്പോയി. അവർക്ക് തോന്നിയില്ല തല ഇറങ്ങണമെന്ന്. അപ്പോൾ സമയമില്ലാത്ത സമയത്താണ് കയറിയേക്കണത്. നാടകം കാണാൻ മിമിക്രി കണ്ട് അറിയാലോ 22 കണ്ടിരിക്കണം അവർ. അപ്പം നാടകമാണ് ആ കൂട്ടി വീണ്ടും മിമിക്രി എന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് ഇങ്ങനെയുള്ള വേഷം കിട്ടുകയാണ് വീണ് കിടക്കുകയാണ്. വീണ് കിടന്നിട്ട് പിന്നെ ആൾക്കാർ അയ്യോ എന്ത് പറ്റി ഇന്ന് ചാടി എനിക്ക് നോക്കുക ഹൈലൈറ്റ് ആയിട്ടാണ് ഈ സാധനം. ഏത് തലറക്കി വീണ് ഇവര് എന്ത് പറ്റി ഓടി വരുമെന്നൊക്കെ പറയും. അപ്പം ഞാൻ ചാടിയിട്ട് പറയുന്നു പറ്റിച്ച് ആദ്യമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ആരും വന്നില്ല. പിന്നെ നോക്കുമ്പോൾ തെറിവിളി അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇറങ്ങി പോടാ എടാ തടിയാ എനിക്ക് പോടാ പൊണ്ണ തടിയാ വന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ സ്റ്റേജിൽ കറക്റ്റം വലിക്കൂലേടാ അവൻ വരെ എന്നെ തെറി പറയണെന്നിട്ട്. അപ്പം എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് പറയാൻ വേണമല്ലോ ആദ്യമായിട്ടൊരു കുട്ടിയെന്ന്. ഇതിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റണ്ടേ? അത് പറ്റാണ്ട് ഞാൻ ചത്ത ചമ്പലെടുന്നിട്ട് ഒരു കണക്കിന് എനിക്ക് വന്ന് ഇതാണ് ആദ്യമായിട്ട് ഒരു അങ്ങനെ ഓടി ഞാൻ ബാക്കി പോയിരുന്ന് കരയുമ്പോ ഈ കർട്ടൻ വലിച്ചല്ലേ അവൻ ആ കർട്ടൻ കെട്ടി വെച്ചിട്ട് പുറത്തോട്ട് പോയി. ഈ കമ്മിറ്റിക്കാരിൽ 3 പേരായിട്ട് വരാൻ വൈകിയുണ്ടായി. അവരതിൽ കൂടി വന്നുണ്ടായി. അവരെയും കൂടി കൂട്ടി കൊണ്ടുവന്നൊക്കെയാണ്. ദിവനാണ് ദിവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ച് അവരുടെ തെറിയും കൂടി കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് വെല്ലിച്ചൻ്റെ ഒക്കെ ഓടിക്കളഞ്ഞു. അന്നത്തോടുകൂടി ഈ തലറങ്ങി ആ ഒരു സിനിമ ആ സീനാണ് നമ്മുടെ അമറക് പറന്തോണിയിൽ ചെയ്തത്. നീ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് നമ്മുടെ മാളബാബുചേട്ടനൊക്കെയില്ലേ, ബാബുചേട്ടനും ഈ രാജേഷൊക്കെ മിമിക്രി കളിച്ചൊരു വേദിയിൽ ഇതുപോലെ തന്നെ ഞാൻ പോയിട്ട് തലറങ്ങി വീണോ അല്ല അവർ വരാൻ വൈകി. അപ്പൊ ഈ വെല്ലിച്ചനൊക്കെ വീണ്ടും കൊണ്ടുപോയിക്കണ എന്നെ. ഞാൻ അവിടെ വെച്ച് മിമിക്രി അവസാനിപ്പിച്ച് ഇനി കളിക്കില്ല തീർന്നു. ഇനി നമുക്ക് രക്ഷയില്ലാന്ന് ഇപ്പം ഇവരെന്നെ വീണ്ടും കൊണ്ടുപോയിക്കാണ്. എടാ ഇവിടെ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാണാൻ വരാം അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ ഈ ഒരു മിമിക്രിക്കാർ വന്നിട്ടില്ല. അവർ കുറച്ചുകൂടി കഴിയും വരുമ്പോൾ. അപ്പോൾ ആ കമ്മിറ്റിക്കാർ വേറെ അവിടുത്തെ പിള്ളേരുടെ പാട്ടാക്കി കഴിഞ്ഞിട്ടും ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞ് ഒരു പരിപാടി ചെയ്യണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട്. പക്ഷെ അന്ന് അവിടെ കളിച്ചപ്പോൾ അത് കളിച്ചില്ല. വേറെ 2-3 സ്റ്റാറൊക്കെ ചെയ്ത് കയ്യടി മേടിച്ചെന്ന്. അപ്പം മിമിക്രിക്കാരൊക്കെ വന്ന് അവരെയൊക്കെ പരിചയപ്പെട്ട അങ്ങനെ. കേശവമാമന് മുൻപ് ഒരു കേണൽ അവതരിപ്പിച്ചു. ഡറാഡൂണിലായിരുന്ന സമയത്ത് അന്ന് എല്ലാ അർത്ഥത്തിലും മോനെ ഓളം നമ്മൾ എന്ന് പറഞ്ഞാൽ അറിയാലോ. അന്ന് ഞങ്ങളൊരു ദിവസം നമ്മുടെ ഹിരോഷിമയും കാവസാക്കിയായിട്ട് യുദ്ധം നടക്കണം. ആര് കാവസാക്കി? കാവസാക്കി അല്ല നാഗസാക്കി. നാഗസാക്കിയായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഹിരോഷിമക്കാർക്ക് കടൽ കിടന്ന് അക്കരെ കിടക്കണം അഭയാർത്ഥികൾക്ക് ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഈ കടപ്പുറത്ത് വന്നിട്ട് നിൽക്കണം. അപ്പൊ അക്കരക്ക് പോകണമല്ലോ കടൽ കിടന്നിട്ട് കടന്നു പോകണം. ഇവരിങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അന്ന് ഞാനുണ്ട് നമ്മുടെ ഗോപാലകൃഷ്ണ വോക്കല് നെഹ്റുജി ലാലാ ലജ്പത് റായ് ഇവരൊക്കെ കൂടെ ഉണ്ട്. ഇവരൊക്കെ കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവരങ്ങടെ അക്കരെ കടത്തുള്ള അഭയാർത്ഥികളെ നോക്കിക്കുമ്പോ എൻ്റെ മുന്നിൽ ഒരു റോപ്പ് കിടക്കണം. റോപ്പ് ഞാൻ ഇതിങ്ങനെ എടുത്തിട്ട് അവിടെ കറക്കിയിട്ട് നേരെ കടലിന് കുറുകെ അങ്ങോട്ട് ഇറങ്ങി അക്കരക്ക്. എന്നിട്ട് ഞാൻ ഈ അഭയാർത്ഥിനോട് പറഞ്ഞു മക്കളെ ഓരോരുത്തരും ഇങ്ങനെ തൂങ്ങി കിടന്നോളാന്ന് പറഞ്ഞു. ഇവരിങ്ങനെ തൂക്കി അങ്ങടെ അപ്പുറത്തേക്ക് തള്ളി തന്നെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നമ്മുടെ മുത്തുമാലയിൽ മുത്തു കോർക്കണ പോലെ ഇവരിങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നെഹ്റു എൻ്റെ അടുത്ത് വന്നോണ്ട് ചോദിക്കുകയാണ് എൻ്റെ പൊന്നിക്കാണല്ലേ നീ എന്ത് തള്ളടേ. ശരിയാ, എനിക്കിഷ്ടപ്പെട്ടതില്ല. തീവ്രവാദികൾ വന്നിട്ട് ഒരു വെടിയുണ്ട ഒറ്റ വെടിയുണ്ട വെച്ച് കേരളം എന്തോ ഒരു അഭ്യാസം നടത്തിയില്ല. ഞാൻ കാശ്മീരിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേരളം എത്രയും പെട്ടെന്ന് അവിടെ കുറച്ച് തീവ്രവാദികൾ കാശ്മീർ താഴ്വരയിൽ ടെൻ്റ് അടിച്ച് കിടക്കുകയാണ്, അവരോട് തുരുത്തണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മോനെ ഇവരെന്തൊക്കെ പേര് വിളിച്ചിട്ട് നിങ്ങളുടെ അച്ഛനോട് അമ്മയുടെ ഇറങ്ങി വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്നില്ല. അകത്ത് ഒളിച്ചിരിക്കുമ്പോൾ പുറത്തിറങ്ങാം.
അങ്ങനെ ഞാൻ പറഞ്ഞ് എടാ നിങ്ങളുടെ കാരണന്മാരാടെ വിളിക്കണത് ഇറങ്ങി പാടാന്ന് പറയുമ്പോ ഇവര് വിളിച്ചാൽ ചെല്ലാണ്ടിരിക്കാൻ പറ്റില്ല. കാരണന്മാരാണല്ലോ വിളിച്ചേക്കണത്. അപ്പൊ മോനൊന്നും ഓർക്കണം, എന്റെ കയ്യിലൊരു തോക്കൊണ്ട് ഒരു ഉണ്ടുണ്ട്. അവര് 6 പേരുണ്ട്, 6 ഉണ്ടുണ്ട് അവരുടെ കയ്യില്. അങ്ങനെ എന്ത് ചെയ്യുന്നതിനോട് ഇവര് 6 പേരും വരി വരിയായിട്ട് വരികയാണ്. ഞാനൊരു ഓലക്കീറിന്റെ ഇടയിൽ കൂടി തോക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കിട്ടകടി ഈ ഉണ്ടങ്ങാട് പാഞ്ഞു ചെന്നിട്ട് ഈ 6 പേരെയും തുളച്ചിട്ട് നീ 7ാമതൊരാളുണ്ടാന്ന് നോക്കി ഉണ്ട നിന്നിട്ട് അവിടെ നിന്ന് ഇവിടെ ചമ്മിപ്പോയപ്പോ അങ്ങനെ ഉണ്ട അവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ കോടനാട് വനത്തിലുള്ള വീരപ്പനെ വിളിച്ചിരുന്ന അവിടെ ചെന്ന് വീരപ്പനെയും കൊന്നിട്ട് അവിടെ തന്നെ സമാധിയായി എന്നാണ് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത്. അത് ഈ കേണലിന് എന്തും പറയാം. അതെ അതെ അതെ. അങ്ങനെ ഈ ഇപ്പൊ കേശവമാമനായാലും ഇവർക്കൊക്കെ എന്തും വിളിച്ച് പറയാം. ലൈസൻസ് കുറച്ച് തള്ളു ഇവർ തള്ളൂന്ന് പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് എന്തും പറഞ്ഞത്. അങ്ങനെ ശരിക്കും മനോരമയില് കോമഡി ഫെസ്റ്റിവൽ ചെയ്യുമ്പോഴാണ് അത് ഈ അപ്പൊ അന്ന് വരെ എല്ലാവരും സ്കിറ്റ് കളിയാണ്, ഡോക്ടർ രോഗി മറ്റു മറിച്ചെന്നൊക്കെയാണ്. അത് ക്യാരക്ടർ ഇല്ല. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ ഔട്ടാവാൻ നിൽക്കണം ആ സമയത്ത് ഞങ്ങളുടെ ടീം. അപ്പൊ ഞങ്ങൾക്ക് 4ാം സ്ഥാനം വരുന്നതിൽ സാജു ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അന്ന് ഞങ്ങളുടെ ഫൈനൽ ലാസ്റ്റ് ഐറ്റമാണ്. ഇത് കഴിഞ്ഞ് ചില പുറത്തേക്ക് വരണം. അന്ന് 12 മണിക്കാണ് നിങ്ങൾ ഈ സ്കിറ്റ് കളിക്കുന്നത്, നൈറ്റ്. കാരണം രാവിലെ തൊട്ട് സ്കിറ്റ് കണ്ടുകൊണ്ട് രാത്രി ആ മടുപ്പുണ്ട്. അപ്പോൾ ഇത് അന്ന് വൻ ഹിറ്റായി ഈ സാധനം. അങ്ങനെ സിദ്ദിഖ് സാറ് ഇവരൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞതിന് അന്നാണ് സിദ്ദിഖ് സാറ് പറഞ്ഞത് ഇനി മുതൽ ഇതേപോലത്തെ കഥാപാത്രങ്ങളെ വെച്ച് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ കണാരനും ഈ മറ്റേ ഭാഷാണ ഷാജിയൊക്കെ പിന്നെയാണ് വന്നത്. ക്യാരക്ടർ വെച്ചിട്ട് പിന്നെ എല്ലാവരും അങ്ങനെ പിടിച്ചു. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കന്ന് ഇത് വെച്ചിട്ടൊന്നും മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ മീശ തരച്ച ഇതൊക്കെ വെച്ചിട്ടുള്ള ചെയ്യണം. അതെ അതെ. അപ്പൊ നോർമലി സ്റ്റേജ് ചെല്ലുമ്പോ എന്റെ കൂടെ ഉള്ളവരോട് കേണല് വന്നില്ലേ പുള്ളിയാണെന്ന് പറയുമ്പോ പുള്ളിയല്ല. ഒരുപാട് വേഷം കെട്ടുകൾ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. അതാണ് മറ്റവരൊക്കെ തീർച്ചയായിട്ടും. അപ്പൊ അത് വരണ്ട. പിന്നീട് ഇപ്പൊ ക്ലിഞ്ഞോക്കെ വന്നപ്പോഴാണ് നമ്മളെ ഒരു ഇതായിട്ട് തുടങ്ങി. എന്നാലും കുറച്ച് പേർക്ക് അറിയാം കേണലാണെന്നൊക്കെ പിന്നീട്. അപ്പൊ അവിടെ നിന്ന് തൊട്ട് ഇപ്പൊ കേശവമാമനിലെത്തി. കേശവമാമൻ നല്ല ഹിറ്റ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. കൊറോണ സമയത്താണ് കേട്ടോ അത് വന്നത്. ശരി, കൊറോണക്ക് എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്ന സമയത്ത് പിഷാരടി വിളിച്ചിട്ട് അമൃത ചാനൽ ഒരു ചെറിയ ഷോ തുടങ്ങിയാണ് നമ്മൾ. അപ്പോൾ അതിൽ സ്റ്റാൻഡപ്പ് ചെയ്യണ പിള്ളേരുടെ ഗ്യാപ്പിൽ എന്തെങ്കിലും ചെറിയ സംഭവമൊക്കെ പറഞ്ഞു കയറണമെന്ന് പറഞ്ഞിട്ട് മാമനായിട്ട് മറ്റേ കേണലും വേണ്ട ക്ലിഞ്ഞോപ്പിളിഞ്ഞ അല്ലാത്തൊരു വേറൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ആ പേരിട്ട് കേശവൻ മാമൻ എന്ന് പറഞ്ഞിട്ട്. അത് പാരഡി ഒന്നും ഉണ്ടായില്ല. പക്ഷെ അതിൽ വന്നിട്ട് ചെറിയ തമാശയൊക്കെ പറഞ്ഞു നിന്നിട്ട് പക്ഷേ എവിടെയോ ഒരു ലൈൻ ഞാൻ ഇങ്ങനെ പാടിയപ്പോൾ അത് കൊള്ളാന്ന് തോന്നിയിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് കയറി ഇപ്പോൾ പാരഡി ഇതിലോട്ടായി. അപ്പോൾ നമ്മുടെ നാദർഷക്കൊക്കെ ചെയ്ത വീഡിയോ സാറൊക്കെ ചെയ്ത അതിൻ്റെ ഇതിലോട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കാലത്തിൽ നമ്മുടെ അതിലെ വരികൾ നല്ലതാ. എഴുതുന്ന വരികൾ നല്ല വരികൾ അങ്ങനെ കണ്ടു തന്നെ പിടിക്കണൊക്കെ. ഇപ്പം നമ്മുടെ മനോജ് പറവൂര്, ബീനാൻറ്റിൻ്റെ ഹസ്ബൻഡ് മനോജ്, അദ്ദേഹം നല്ല അനൗൺസറായിരുന്നു. തീർച്ചയായിട്ടും. നിങ്ങളുടെ പറവൂരാണ്. നമ്മൾ ഒരുപാട് പ്രോഗ്രാം, സുധീറൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്തു. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചൊക്കെ ആലുവ ആരികട ചേട്ടൻ നല്ല നല്ല വാക്കുകൾ മനോജ് പറയും. അതെ അതെ. അതുപോലെ നല്ല ശബ്ദമാണ്, ഗംഭീര ശബ്ദമാണ്, ഭയങ്കര ബേസാ. ഡിലേ ഒന്നും വേണ്ട വിളിക്ക്. അപ്പോൾ മനോജ് അനൗൺസ് ചെയ്ത പ്രത്യേകത അന്നൊരു ശൈലി ഉണ്ടായി വിളിക്ക്. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിക്ക് ഉടനീളം നമ്മളിതൊരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾക്ക് വേണ്ടത് ഇന്ധനമാണ്. ആ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യടിയാണ്. ആ കയ്യടി നമുക്ക് ആവോളം വേണം. ആ ഇന്ധനം തരൂ, ഇന്ധനം താ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് കയ്യടർ ബഹളമുണ്ട്. പുള്ളി അപ്പോൾ വേറൊരു നമ്മുടെ ചേട്ടൻ്റെ ട്രൂപ്പിൽ കളിച്ചിരുന്നാണ്. പോയിരുന്നു കുറേ നാൾ അനൗൺസറായിട്ട് പോയി. അപ്പോൾ ഒരു ദിവസം മനോജ് ഇതിലുണ്ടായിരുന്നില്ല, ഷോയ്ക്ക് ഉണ്ടായില്ല. അപ്പോൾ ആ ചേട്ടൻ തന്നെ അനൗൺസ് ചെയ്യേണ്ടി വന്നു. പുള്ളി കയറേണ്ടി വന്നു. മനോജിൻ്റെ പോർഷൻ പുള്ളി ചെയ്യണം. വേറെ ആൾ ഇത് ആരുമില്ല, എൻ്റെ പാട്ടുകാരൊക്കെ ഇല്ല, അവരൊന്നുമില്ല. അപ്പോൾ പുള്ളി അങ്ങോട്ട് ചെയ്തിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. തുടക്കം തന്നെ നമുക്ക് ഇന്ധനം വേണം. പറഞ്ഞിട്ടില്ലേ, ഇന്ധനം ഉണ്ടെങ്കിൽ ഈ പരിപാടി മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഇന്ധനം ഉറപ്പായിട്ടും വേണം. സൈഡിൽ നിന്ന് കമ്മിറ്റിയിലെടുത്ത് നിനക്കൊക്കെ ഡീസൽ ആദ്യം കൊണ്ട് അവിടെ തന്നത് എത്ര ഇത് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ. അല്ല, ഈ ഇന്ധനം എന്ന് പറയുമ്പോൾ മറ്റേ ഇതിൻ്റെ ഒക്കെ മറ്റോണ്ടല്ലോ ജനറേറ്ററിന് കിട്ടുന്ന അതില്ലാണ്ട് തുടങ്ങുന്ന ഇരിക്കുക മറ്റു കമ്മിറ്റിക്കാർ. ഇന്ധനം വേണം, ഇന്ധനം ഉണ്ടെങ്കിൽ അപ്പൊ മറ്റത് കയ്യടി എന്നൊന്നും പറയണില്ല. കഴിഞ്ഞിട്ട് ഇന്ധനം വേണം. മനോജിന്റെ അനൗൺസ്മെന്റ് കട്ടെടുത്ത് അവതരിപ്പിക്കാൻ ശൈലി പുള്ളി സ്ഥിരം കേട്ടുകൊണ്ടിരിക്കണല്ല. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞതാണ് സംഭവം. ഇന്ധനം കിട്ടിയ ഞാൻ ഉദ്ദേശിച്ച ഇന്ധനം ഇതല്ല, കയ്യടിയാണ്. കയ്യടി വേണം.
പരിപാടി തുടങ്ങണത്. ന്യൂജൻ സിനിമകളുടെ ഭാഗമാണ് ഇപ്പോൾ സുധീർ. നമ്മുടെ മിമിക്രിയിൽ നിന്ന് വളരെ ചുരുക്കം കലാകാരന്മാരാണ് ഈ പുതിയ പടങ്ങളിലൊക്കെ ഉള്ളൂ. സുധീറിൻ്റെ പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? മനോട്ട് ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ കലാകാരന്മാരെ കൊണ്ടുള്ളൊരു ഇതാണ് പറയുന്നത്. കാരണം നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാലോ, മനോട്ടനെ അറിയാലോ. നമ്മൾ തുടങ്ങി ഇന്ന വർഷം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കലാകാരന്മാരോട് കളിക്കാനുള്ള ഒരു ഇത് കിട്ടിയിരുന്നു നമുക്ക്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴും നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് സിനിമ എന്ന് പറഞ്ഞൊരു ഇതൊക്കെയാണല്ലോ ആൾക്കാർക്ക് ഇത്. കുറേ പരിപാടി പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക. അപ്പോൾ അതും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അന്നും നമുക്ക് അവസരങ്ങൾ അങ്ങനെ ഇല്ല. ഇതായിട്ട് ഒരു ടാർഗറ്റ് ഇട്ട് ഒരു ഇതിൽ വരുമല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെ വന്ന വഴിക്ക് നമ്മൾ ചിലർ പറയും നമുക്ക് രക്ഷയില്ല, നമുക്കിനി ഇത് നിർത്താമെന്നൊക്കെ പറഞ്ഞ് പോയ പലരും ഉണ്ട്, പല കലാകാരന്മാരും ഒരുപാട് പേരുണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. എവിടെയെങ്കിലും നമുക്കൊരു അവസരം ഉണ്ടാവും, നമുക്കൊരു വഴി. നമ്മൾ നമ്മുടെ സമയം നമുക്ക് വരും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് നമ്മൾ ഹാപ്പിയാണ്. നമ്മളിപ്പോൾ ഓരോ വഴി വന്നതൊക്കെ മനോഹരൻ്റെ ട്രൂപ്പിൽ ഞാൻ വരുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമുക്കതൊരു ആ സമയത്തൊക്കെ അത് വലിയ സംഭവമാണ്. ചേട്ടൻ്റെ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഒരു ട്രൂപ്പ് കളിയിൽ ഏറ്റവും ടോപ്പ് ചേട്ടൻ്റെ കളിയായിരുന്നു. ആരൊക്കെയായിരുന്നു? നവോദയയുടെ പാഷാണം ഷാജി, വിനോദിമാരി, സൂര്യനാട്, രാജേഷ് പറവൂര്, സതീഷ് കലാഭവൻ, ഒരു നീണ്ട നിരയായിരുന്നു. ഇപ്പോൾ ഉള്ള എല്ലാവരും അന്ന് ചേട്ടൻ്റെ ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാസറ്റിലൂടെയാണ് അന്ന് അവർ ഇതാവണതൊക്കെ. അപ്പോൾ അല്ല ആ ഒരു ഇതിൽ വന്ന് വിട്ട് അങ്ങനെ കളിച്ചൊക്കെ പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം തന്നെ. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് വന്ന് വിടാം. അപ്പോൾ അതൊരു ചവിട്ടുപടി തന്നെയാണ് എപ്പോഴും. അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എത്തിയപ്പോൾ നമുക്ക് ഇപ്പോൾ ന്യൂജൻ കാലഘട്ടത്തിൽ നമുക്ക് വരാൻ പറ്റി, കുറച്ച് പടങ്ങളിലൊക്കെ വരാൻ പറ്റി. പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ കണ്ടുകൊണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. തീർച്ചയായിട്ടും കേശവമാമ വന്നതിന് ശേഷം കുറേ പടങ്ങളിൽ ഈ പാട്ടുകൾ പലരും കേട്ടിട്ട്, ഇപ്പോൾ മമ്മൂക്ക എൻ്റെ പാട്ട് കേട്ടിട്ട് പിഷാരനോട് പറഞ്ഞെന്ന് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പുള്ളി. അത് നന്നായിട്ട് പാടിയിട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള അഭിപ്രായം. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ളൊരു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്? പുതിയ പടം എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ജയജയഹോട് നമ്മുടെ കഴിഞ്ഞത്, പിന്നെ പത്താം വളവ്, മൂന്നിലുണ്ണി അസോസിയേറ്റ്, പിന്നെ ഇപ്പോൾ ചാൾസ് എൻ്റർപ്രൈസസ് ഇറങ്ങി. ഇപ്പോൾ ഇറങ്ങിയത് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്നൊരു ഹൊറർ മൂവി ഇന്ദ്രിയതകൾ. ഇപ്പോൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഷൂട്ട് കഴിഞ്ഞതിൻ്റെ നമ്മുടെ കളയൊക്കെ ചെയ്ത രോഹിത്തിൻ്റെ ടിക്കിട്ടാക്കാന്ന് പറഞ്ഞിട്ടൊരു പടം, ആസിഫ് അലി. ഓക്കെ. അപ്പോൾ നല്ല സീരിയസ് ആണ്, കോമഡി അല്ല, ഫുൾ സീരിയസ്, ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് പിന്നെ ഒരു ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പുള്ള കൂടെ തന്നെയുള്ളൊരു വേഷമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഡേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ഫിക്സാണ് പടം. ഓക്കെ. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് പരിപാടികൾ പുറത്തേക്കൊക്കെ കിട്ടുന്നുണ്ട്. ഗൾഫ് ഷോകളും കുറേ ലിസ്റ്റ് വരുമ്പോൾ ലിസ്റ്റിൽ നമ്മുടെ പേര് ആദ്യം നിർദ്ദേശിക്കേണ്ട അവിടെ പുറത്തൊക്കെ വരുമ്പോൾ വലിയ കാര്യമാണ്. അതെ അതെ. അപ്പോൾ വലിയ സന്തോഷമാണ്. എന്തായാലും ഹാപ്പി ആയിട്ട് പോകണം. ഏതായാലും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, സ്റ്റേജ് ഷോകൾ കിട്ടട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. വളരെയധികം സന്തോഷം സുധീറെ, താങ്ക് യു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഏതൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണേക്കാളും മനോട്ടൻ്റെ ഇതിൽ വരാമെന്ന് പറഞ്ഞത് ഞാൻ കുറേ തവണ ചേട്ടൻ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനെ എന്നെ ഡേറ്റൊക്കെ പറഞ്ഞ് പല പരിപാടിക്കും മാറി. പക്ഷേ എനിക്ക് വന്നേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു ദിവസം വരും, വന്നേ പറ്റുള്ളൂ എനിക്ക്. കാരണം അതൊരു ഇൻ്റർവ്യൂ പോലത്തല്ല, ചേട്ടനോടുള്ള ഇഷ്ടവും. എന്നാലും ഇത്തരത്തിലുള്ള ചിന്തകൾ എങ്ങനെ ഈ മനസ്സിൻ്റെ അന്തർഭാവത്ത് നിന്ന് ഉരുത്തിരിക്കുന്നു? അത് ഇനി അത്തരത്തിലുള്ള പാട്ടുകൾ എഴുതുമല്ലോ അല്ലേ? പാട്ട് ഇഷ്ടം. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു 16 പാട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് പാടിക്കഴിഞ്ഞു. അടിപൊളി. അപ്പോൾ അതിലിപ്പോൾ ഒരു പാട്ടും കൂടി നമുക്ക് പാടി എന്നാൽ അവസാനിപ്പിക്കാം. ഓക്കെ, പാടല്ലേ? അപ്പോൾ കുറേ പേർക്ക് വേണ്ടി ഞാൻ എഴുതി. പുഴുക്കളെക്കുറിച്ച് എഴുതി, തത്തമ്മനെക്കുറിച്ച്, കാക്കമ്മനെക്കുറിച്ചൊക്കെ എഴുതിയെങ്കിലും ഞാൻ പിന്നെ ഈ നമ്മുടെ അത്യാവശ്യം ചെറിയ നല്ല ആഘോഷവേളകളിലൊക്കെ അത്യാവശ്യം ചെറുതൊക്കെ അടിച്ചിരിക്കുന്നവർക്ക് പാടാൻ പറ്റിയൊരു പാട്ടുകൾ. കുടിയൻ്റെ അവർക്കും കൂടി വേണമല്ലോ, എല്ലാവർക്കും വേണ്ട. എല്ലാവർക്കും. പണ്ടെല്ലാം പൂക്കളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും മലകളെക്കുറിച്ചും പ്രകൃതിനെ വർണ്ണിച്ചൊക്കെ ആയിരുന്നു പാട്ടുകൾ. തീർച്ചയായിട്ടും. കാക്കേനെ കുറിച്ചും ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്നൊക്കെ പറഞ്ഞും തത്തേനെ കുറിച്ചൊക്കെ പാടുന്നത് ആദ്യമായിട്ട്. എന്നാൽ കുടിയന്മാർക്ക് വേണ്ടി ആ പാടുന്ന പാടും. അപ്പോൾ സോമന് മുത്തു തുടങ്ങി, സ്മോളത് ഏറ്റു തുടങ്ങി, ബാൽക്കണി കയറിയ നേരം ആളുമയങ്ങി. സോമന് മുത്തു തുടങ്ങി, സ്മോളത് ഏറ്റു തുടങ്ങി, ബാൽക്കണി കയറിയ നേരം ആളുമയങ്ങി. ഹാൻഡ്രയിലിൽ കാലു കുടുങ്ങി, തല ചെന്ന തറയിലുരുമ്മി. ഹാൻഡ്രയിലിൽ കാലു കുടുങ്ങി, തല ചെന്ന തറയിലുരുമ്മി. ആറമ്മുള വള്ളം പോലെ മുതുകു വളഞ്ഞു, പിടലി തിരിഞ്ഞു, ഷുഗർ കുറഞ്ഞു. സോമന് മുത്തു തുടങ്ങി, മോളത് ഏറ്റു തുടങ്ങി, ബാൽക്കണി കയറിയ നേരം ആളുമയങ്ങി. താങ്ക് യു സുധീർ. സന്തോഷം. താങ്ക് യു.